നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പള്ളിക്കത്തോട് ചല്ലോലിക്കുളത്തിൽ കാർ മറിഞ്ഞ് ഒരാൾ മരിച്ച സംഭവം. കുളത്തിന് സംരക്ഷണ ഭിത്തിയില്ലാത്തത് അപകട കാരണമായെന്ന് നാട്ടുകാർ. പ്രതിഷേധം ശക്തം. ചിറക്കടവ് കടുക്കാമല 1-ാം നമ്പർ അംഗനവാടിക്ക് പുതിയ കെട്ടിടം പണിയുന്നു. തറക്കല്ലിട്ടു. കെട്ടിടം പണിയുന്നത് 20 ലക്ഷം രൂപ ചെലവിൽ പരിസ്ഥിതി സൗഹൃദമായി. കോട്ടയം ബസേലിയസ് കോളേജ് വിദ്യാർത്ഥികളുടെ പ്രകൃതി നടത്തം വേറിട്ട അനുഭവമായി. പ്രകൃതിയെ അറിഞ്ഞ് വിദ്യാർത്ഥികൾ. പാലായിലും പരിസരങ്ങളിലും തെരുവ് നായ്ക്കൾ ഭീഷണിയായി വിലസുന്നു. രാമപുരത്ത് 2 പേർക്ക് കൂടി കടിയേറ്റു. ഭീതിയിൽ നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ബുധനാഴ്ച വൈകിട്ട് പള്ളിക്കത്തോട് കയ്യൂരിയിൽ ചല്ലോലിക്കുളത്തിലേക്ക് കാർ മറിഞ്ഞ് ഒരാൾ മരിച്ച സംഭവത്തിൽ കുളത്തിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റു 3 പേരെ രക്ഷപ്പെടുത്തിയത് നാട്ടുകാർ ചേർന്നാണ്. ഫയർഫോഴ്സും സ്കൂബ ടീമും എത്തിയത് അപകടം നടന്ന് ഏറെ നേരത്തിന് ശേഷമാണെന്നും ആക്ഷേപമുണ്ട്. ബുധനാഴ്ച രാത്രിയാണ് പള്ളിക്കത്തോട് ചല്ലോലിൽ ജൽജീവൻ മിഷന്റെ കുടിവെള്ള സംഭരണിയായ കുളത്തിലേക്ക് കാർ മറിഞ്ഞ് അപകടമുണ്ടായത്. അപകടത്തിൽ ജെറിൻ എന്ന 19-കാരനാണ് ജീവൻ നഷ്ടമായത്. റോഡ് സൈഡിലുള്ള കുളത്തിന് സംരക്ഷണ ഭിത്തി ഇല്ലാഞ്ഞതാണ് അപകട കാരണമെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. വാഹനത്തിൽ മൊത്തം 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരെ അപകട സ്ഥലത്തിന് സമീപമുണ്ടായിരുന്ന അന്യദേശ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. ജെറിൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതിനാൽ വാഹനത്തിനുള്ളിൽ തന്നെ കുടുങ്ങിപ്പോയിരുന്നു. 31 വർഷമായി കുടിവെള്ള പദ്ധതിക്കായി ഉപയോഗിക്കുന്ന കുളത്തിന് സംരക്ഷണ ഭിത്തിയോ ക്രാഷ് ബാരിയറോ ഉണ്ടായിരുന്നെങ്കിൽ കാർ കുളത്തിലേക്ക് വീഴില്ലായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൂടാതെ ഈ വഴി സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാതിരുന്നത് രക്ഷാപ്രവർത്തനത്തിനും തടസ്സമായി. 3 പേരെ രക്ഷിക്കുക, പക്ഷേ ഒരാളെ രക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഈ വണ്ടി താന്നുപോയി കുളത്തിലോട്ട്. രാത്രി 7:30 ഇരുട്ടാണ്. ഇവിടെ വെട്ടമില്ലായിരുന്നു, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു, വഴിക്ക് മറ്റേ ഇതൊന്നും ഇല്ല, വേലിയൊന്നുമില്ല. ഈ വണ്ടി ഇവിടെ മറിയാൻ കാരണം, നീന്തണം വിട്ട് ഈ കുളത്തിൽ വീഴാൻ കാരണം തന്നെ ഇവിടെ ഈ മതിലില്ലാഞ്ഞതും ഈ സൈഡ് ഇല്ലാഞ്ഞതുമാണ്. ലൈറ്റും ഇല്ല, വെട്ടമില്ല. സംരക്ഷണ ഭിത്തി നമ്മുടെ ഒരു കേഡർ വെക്കണ്ട ആ റോഡിന് കേഡർ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വണ്ടി കുളത്തിൽ പോകില്ല. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും സ്കൂബ ടീമും എത്തിയത് അപകടം നടന്ന് ഏറെ വൈകിയാണെന്നും ഇവർ ആരോപിച്ചു. 3 പേരെ അവിടെ ഒരു ബംഗാളി ആസാം സ്വദേശി ഒരു വ്യക്തി 3 പേരെ രക്ഷിച്ചു. മകൻ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു തോന്നുന്നു. അദ്ദേഹം വണ്ടിയോട് കൂടി താന്നു പോയി. ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സും കോട്ടയത്തു നിന്ന് സ്കൂബ ടീം അംഗങ്ങളൊക്കെ വന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. അതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പം അവർക്ക് വഴി പരിചയമുള്ളവർ ചെങ്ങള സ്വദേശികളാണ്. അവർ സ്ഥിരം പോകുന്ന വഴിയൊക്കെയാണ്. പ്രധാനമായിട്ടുമുള്ള കാരണം ആ കുളത്തിന് ചുറ്റുമതിലൊന്നും ഇല്ലാത്തതാണ്. ചെങ്ങളം ചന്ദ്രൻകുന്നിൽ ജെയിംസും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. മൂത്ത മകൻ ഷെറിനെ റാന്നി എഞ്ചിനീയറിംഗ് കോളേജിൽ ആക്കിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. പൊൻകുന്നം കടുക്കാമല 1-ാം നമ്പർ അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിടം പണിയുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ മുടക്കിയാണ് പുതിയ കെട്ടിടം പണിയുന്നത്. പൊൻകുന്നം 20-ാം മൈൽ കടുക്കാമല 1-ാം നമ്പർ അംഗനവാടിക്ക് പുതിയ കെട്ടിടം പണിയുന്നു. നിലവിൽ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിയുന്നത്. കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ അംഗനവാടി കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ പൈസ കൊടുത്താലും സത്യത്തിൽ സ്ഥലമില്ലെങ്കിൽ കെട്ടിടം പണി അടക്കുകയില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആദ്യം എനിക്കല്ല സത്യത്തിൽ പണം അനുവദിച്ച സ്ഥലം അനുവദിച്ച ഇന്നത്തെ കാലത്ത് നിന്നും ആരും തയ്യാറായില്ല. അതുപോലുള്ളൊരു വലിയ മനസ്സ് നമ്മളൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ചെറിയ റോഡിന് വഴി വെട്ടാൻ വീതി കൊടുക്കാൻ ചോദിച്ചാൽ പരമാവധി റോഡിലേക്ക് മതിൽ കയറ്റി കെട്ടാൻ താല്പര്യം കാണിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഈ അംഗനവാടികളൊക്കെ നിലനിൽക്കൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കാണിച്ച വലിയ സന്മനസ്സിന് വളരെ പ്രത്യേകമായ നന്ദി ഞാനും അറിയിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദമായാണ് കെട്ടിടം പണിയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സതീഷ് സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ, NT ശോഭന, മിനി സേതുനാഥ്, അമ്പളി ശിവദാസ്, ശ്രീലത സന്തോഷ്, ലീന കൃഷ്ണകുമാർ, ഷാക്കി സജീവ തുടങ്ങിയവർ പങ്കെടുത്തു. 6 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പരിസ്ഥിതി ദിനത്തിൽ കോട്ടയം ബസേലിയസ് കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ പ്രകൃതിയിലേക്കൊരു നടത്തം വേറിട്ട അനുഭവമായി. ഈരയിൽ കടവിൽ നിന്ന് ആരംഭിച്ച് മണിപ്പുഴ ബൈപ്പാസ് വഴി മണിപ്പുഴ ജംഗ്ഷനിലേക്കായിരുന്നു നടത്തം. ഏറെ ആഹ്ലാദത്തോടെ വിദ്യാർത്ഥികൾ പങ്കുചേർന്നു.
കോട്ടയം ബെസേലിയസ് കോളേജ് വിദ്യാർത്ഥികൾക്ക് കലാലയ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായിരുന്നു പരിസ്ഥിതി ദിനാചരണം. പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയിലേക്ക് നടക്കുകയായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും. കോളേജിലെ NSS യൂണിറ്റും മലയാള സമാജവും നേച്ചർ ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈരയിൽ കടവിൽ നിന്നും ആരംഭിച്ച് മണിപ്പുഴ ബൈപ്പാസിലൂടെ മണിപ്പുഴ ജംഗ്ഷനിലേക്കായിരുന്നു പ്രകൃതി നടത്തം. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ CP റോയിയും കുട്ടികൾക്കൊപ്പമുണ്ടായിരുന്നു. CP റോയിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ നട്ടുവളർത്തിയ മരങ്ങൾ കണ്ടും അവയെക്കുറിച്ച് അറിഞ്ഞുമായിരുന്നു പ്രകൃതി നടത്തം. പരിസ്ഥിതി ദിനം വ്യത്യസ്തമായി ആചരിക്കണമെന്ന ആശയമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നതെന്ന് മലയാളം HOD ഡോക്ടർ തോമസ് കുരുവിള പറഞ്ഞു. വളരെ വ്യത്യസ്തമായിട്ട് ആചരിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് വിദ്യാർത്ഥികൾ ബെസേലിയസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തകരുണ്ട്, നേച്ചർ ക്ലബ്ബ് അംഗങ്ങളുണ്ട്, മലയാള സമാജത്തിലെ വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ഇത്തവണ ഒരു മഴ നടത്തമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ മഴയില്ല. അതുകൊണ്ട് ഞങ്ങൾ വെയിൽ നനഞ്ഞ് ഈരയിൽ കടവ് വഴിയിലൂടെ നടന്നപ്പോൾ ഞങ്ങൾക്ക് ഒപ്പം ഈ ഈരയിൽ കടവിലെ ഈ പറഞ്ഞ ഈ ഹരിതാഭ മുഴുവൻ സൃഷ്ടിച്ച ഒറ്റയാൾ പട്ടാളം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന CP റോയ് സാറ് നമ്മളെ കൂടെ നമുക്ക് കിട്ടി. പരിസ്ഥിതി പ്രവർത്തകർ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഓരോ മരങ്ങളെയും കുറിച്ച് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ക്ലാസ് റൂമിനകത്ത് മാത്രമുള്ള ഒരു അനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ലഭിക്കാറുള്ളത്. അതേസമയം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ഓക്സിജൻ, നല്ല വായു ശ്വസിച്ച് ഒരുമിച്ച് നടന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് നടന്ന് ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും റോയ് സാറിൽ നിന്ന് കേൾക്കുന്നത് സത്യത്തിൽ അവിസ്മരണീയമായ ഒരു പരിസ്ഥിതി ദിന ആചരണമായിട്ട് ഞങ്ങൾക്കത് മാറിയിരിക്കുകയാണ്. പ്രകൃതി നടത്തത്തിനെത്തിയ കുട്ടികൾക്കെല്ലാം ഡോക്ടർ CP റോയ് മാമ്പഴം സമ്മാനിച്ചു. പഴം കഴിച്ച ശേഷം വിത്ത് പാകി മുളപ്പിക്കണമെന്നും ഡോക്ടർ CP റോയ് കുട്ടികളെ ഉപദേശിച്ചു. ആവശ്യമില്ലാതെ വളം പേരൻസിനോട് പറഞ്ഞു കൊടുക്കണം. കരികില ഒന്നും കളയരുത്. കരികില മണ്ണിനകത്ത് ഇട്ടേക്കണം. കത്തിക്കരുതെന്ന് അമ്മമാരോട് പറഞ്ഞേക്കണം. കരികില എന്നാന്നറിയാവോ? സൂര്യപ്രകാശം നേരെ ഭൂമിയിൽ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കരികില വേനക്ക് ചെടി കരിയില പൊഴിക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ അവർ തണുപ്പുണ്ടാക്കുന്ന. നിങ്ങൾ വെള്ളവും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി അവിടെ കിടക്കും. വെയിൽ നേരെ ഇതിലേക്ക് അടിക്കത്തില്ല. അത് കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്യുമ്പോൾ സ്പോഞ്ച് അബ്സോർബ് ചെയ്യുന്ന പോലെ കരിയില ഈ വെള്ളം അബ്സോർബ് ചെയ്യും. ഡോക്ടർ തോമസ് കുരുവിള, ഡോക്ടർ മഞ്ജുഷ V പണിക്കർ, ഡോക്ടർ കൃഷ്ണരാജ്, ഡോക്ടർ നിബുലാൽ, ഡോക്ടർ ശരത് C നാഥ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിക്ക് സമീപം വീണ്ടും തെരുവുനായയുടെ കടിയേറ്റ് 2 പേർ ചികിത്സയിൽ. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. പാല രാമപുരത്ത് വീണ്ടും തെരുവുനായ്ക്കളുടെ ആക്രമണം. വീണ്ടും 2 പേർക്ക് കൂടി തെരുവുനായുടെ കടിയേറ്റു. കഴിഞ്ഞ ദിവസം +2 വിദ്യാർത്ഥിനി ഉൾപ്പെടെ 2 പേരെ തെരുവുനായ ആക്രമിച്ചതിന് പിന്നാലെ വീണ്ടും തെരുവുനായ്ക്കളുടെ വിളയാട്ടമുണ്ടായി. പട്ടാപ്പകലുണ്ടായ ആക്രമണത്തിന് ശേഷം രാത്രിയിൽ 2 പേർക്ക് കൂടി തെരുവുനായുടെ കടിയേറ്റു. കൊല്ലത്ത് അപ്പുവിന്റെ മകൻ മെബിൻ, ആസാം സ്വദേശി ആനാഥ് എന്നിവർക്കാണ് നായ്ക്കളുടെ കടിയേറ്റത്. രാത്രി 9:30 സംഭവം. പരിക്കേറ്റ മെബിനെ ചേർപ്പങ്കലം മാർസിലിവ മെഡിസിറ്റിയിലും അനാഥിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഒരേ ദിവസം 4 പേർക്ക് തെരുവുനായുടെ കടിയേറ്റതോടെ രാമപുരം പരിസര പ്രദേശത്തുള്ളവർ ആശങ്കയിലാണ്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവും ശക്തമായി. ടൗണിലും ഗ്രാമങ്ങളിലും സഞ്ചരിക്കുന്നവരെ ഒരുപോലെ ഭീതിയിലാക്കിയാണ് അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ. രാത്രികാലങ്ങളിലെയും രാവിലെയും പ്രധാന വഴിയിൽ കൂടി സഞ്ചരിക്കാൻ എത്തുന്നവരാണ് ഇവരുടെ ആക്രമണത്തിൽ കൂടുതലും ഇരയാവുന്നത്. രാമപുരം മൈക്കിൾ പാസ കൺവെൻഷൻ സെന്ററിന് സമീപമുള്ള ഹോട്ടൽ നടത്തുകയാണ് മെബിന്റെ പിതാവ്. ഈ ഹോട്ടലിന് മുൻപിൽ നിന്നപ്പോഴാണ് രാത്രി തെരുവുനായ ഓടിയെത്തി മെബിനെ കടിച്ചത്. പഴയ മാർക്കറ്റിനടുത്ത് താമസിച്ചിരുന്ന റൂമിന് മുമ്പിൽ വെച്ചാണ് രാത്രി 10-ന് അനാഥിനെ നായ കടിച്ചത്. ന്യൂസ് ബ്യൂറോ, പാല. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ജില്ലാ കൺവെൻഷനും കുടുംബസംഗമവും ഈ മാസം 8-ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് SH മൗണ്ടിലെ ഐതോസിയ കൺവെൻഷൻ സെന്ററിൽ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് സമർപ്പണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് റോയി ജോർജ്, ജനറൽ സെക്രട്ടറി ആനന്ദ്, ഖജാൻജി അലക്സ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ചേട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ഞങ്ങളുടെ മെമ്പർമാരുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ വർക്കേഴ്സ് ജീവനക്കാരുടെയും എല്ലാ +1 +2 വിദ്യാർത്ഥികളും SSLC പാസ്സായ എല്ലാ ഹയർ സെക്കൻഡറി +2 പാസ്സായ വിദ്യാർത്ഥികൾക്കും SSLC പാസ്സായ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ പാസ്സായ വിദ്യാർത്ഥികൾക്കും ഒരു മൊമെന്റോയും കൊടുത്ത് ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അത് നമ്മുടെ കോട്ടയം MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്.
ഏലിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, ഇളംകുളം KVLPS എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടി നടത്തി. പരിസ്ഥിതി സൗഹൃദ സദസ്സ്, ഓർമ്മ മരം നടീൽ, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഖിൽ അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. നവീകരിച്ച പാലാ ടൗൺ കുരിശുപള്ളിയുടെ ആശീർവാദം നടന്നു. പാലാ ടൗൺ കുരിശുപള്ളി വിശ്വാസത്തിന്റെ ഉയരം സംസാരിക്കുന്നുവെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. വിശ്വാസത്തിന്റെ ഉയരമാണ് പാലാ ടൗൺ കുരിശുപള്ളി നമ്മോട് സംസാരിക്കുന്നതെന്നും സാംസ്കാരികത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായ ഈ കുരിശുപള്ളി പൊതുസമൂഹത്തിന്റെ സമ്പത്താണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. നവീകരിക്കപ്പെട്ട പാലാ ടൗൺ അമലോത്ഭവ ജൂബിലി കുരിശുപള്ളിയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ്. പാലായുടെ ഹൃദയത്തിലുള്ള ഈ കുരിശുപള്ളി ക്രിസ്തീയതയുടെ തുടർച്ചയും ദൈവം ഇവിടെയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലുമാണ്. പൗരാണിക മഹിമയുള്ള നിരവധിയായ നിർമ്മിതികൾ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. നിലനിൽക്കുന്ന കാര്യങ്ങളുടെ മഹത്വം മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് ചുമതലയുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു. It is a powerful testament of the resurrection of Christ. ഉത്ഥിതനായ ഈശോയുടെ ഒരു ടെസ്റ്റിമണിയാണ് ഈ കുരിശുപള്ളി. അതിലാണ് ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥവും. അതുകൊണ്ട് ഈ പള്ളിക്ക് നിരവധിയായ കാര്യങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് സാധിക്കും. കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കല്ലിൽ, ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ, ലാലം പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലച്ചാലിൽ, ടൗൺ കുരിശുപള്ളി ഇൻചാർജ് ഫാദർ ജോർജ് തറപ്പേൽ, ഫാദർ ജോസഫ് ആലഞ്ചേരിയിൽ, ഫാദർ ചെറിയാൻ കുന്നക്കാട്ട്, ഫാദർ സെബാസ്റ്റ്യൻ ആലപ്പാട്ടുകോട്ടയിൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും അടച്ചുപൂട്ടി. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് സ്റ്റാൻഡിലൂടെ മലിനജലം ഒഴുകാൻ തുടങ്ങിയതാണ് കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിടാൻ കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ കംഫർട്ട് സ്റ്റേഷൻ ഇക്കുറിയും മഴക്കാലത്ത് അടച്ചുപൂട്ടി. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയതോടെയാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചത്. 2010-ൽ 25 വർഷത്തേക്ക് BOT അടിസ്ഥാനത്തിൽ നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ മുൻ വർഷങ്ങളിലും മഴക്കാലത്ത് അടച്ചിട്ടിരുന്നു. ഉറവജലം ഒലിച്ചെത്തുന്ന ബസ് സ്റ്റാൻഡിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ബസ് സ്റ്റാൻഡിലൂടെ മലിനജലം ഒഴുകി ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ദിവസേന നൂറുകണക്കിന് ബസ്സുകൾ കടന്നുപോകുന്ന സ്റ്റാൻഡാണ് കാഞ്ഞിരപ്പള്ളിയിലേത്. കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയതോടെ യാത്രക്കാരാകെ ദുരിതത്തിലായി. സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ബസ് ജീവനക്കാരും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടുകയാണ്. പര്യാപ്തമായ സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും ഇല്ലാത്തതാണ് കംഫർട്ട് സ്റ്റേഷനിലെ മാലിന്യം പുറത്തേക്കൊഴുകാൻ പ്രധാന കാരണം. കൂടാതെ മഴക്കാലത്ത് മണ്ണിനടിയിൽ ഉറവയും ഉണ്ടാകുന്നതോടെ ടാങ്ക് നിറഞ്ഞ് ജലം പുറത്തേക്ക് ഒഴുകും. കംഫർട്ട് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ ഉറവയാണ് പുതിയ മാലിന്യക്കുഴി നിർമ്മിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും പ്ലാന്റ് നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളിക്കത്തോട് ചല്ലോലിക്കുളത്തിൽ കാർ മറിഞ്ഞ് ഒരാൾ മരിച്ച സംഭവം. കുളത്തിന് സംരക്ഷണ ഭിത്തിയില്ലാത്തത് അപകട കാരണമായെന്ന് നാട്ടുകാർ. പ്രതിഷേധം ശക്തം. ചിറക്കടവ് കടുക്കാമല 1-ാം നമ്പർ അംഗനവാടിക്ക് പുതിയ കെട്ടിടം പണിയുന്നു. തറക്കല്ലിട്ടു. കെട്ടിടം പണിയുന്നത് 20 ലക്ഷം രൂപ ചെലവിൽ പരിസ്ഥിതി സൗഹൃദമായി. കോട്ടയം ബസേലിയസ് കോളേജ് വിദ്യാർത്ഥികളുടെ പ്രകൃതി നടത്തം വേറിട്ട അനുഭവമായി. പ്രകൃതിയെ അറിഞ്ഞ വിദ്യാർത്ഥികൾ. പാലായിലും പരിസരങ്ങളിലും തെരുവ് നായ്ക്കൾ ഭീഷണിയായി വിലസുന്നു. രാമപുരത്ത് 2 പേർക്ക് കൂടി കടിയേറ്റു. ഭീതിയിൽ നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.